നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇതാ റൗണ്ട് ഓഫ് 16 കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി 8 ടീമുകൾ. ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? ആഫ്റ്റർ റൗണ്ട് ഓഫ് 16 ഈ 8 ടീമുകളിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? എല്ലാ ടീമുകളുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. CBS സ്പോർട്സിൻ്റെ പവർ റാങ്കിങ് ആണ് നമ്മൾ ഇത്തവണ എടുക്കുന്നത്. 8 ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത അവർ കണക്കാക്കുന്നത് ആസ്റ്റൺ വില്ലക്കാണ്. അതുകൊണ്ട് തന്നെ പവർ റാങ്കിൽ 8ാം സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത്. ആസ്റ്റൺ വില്ല മാർക്കോ അസെൻസിയോയുടെ ഒക്കെ ഒരു മികവിലാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കളിച്ച് വിജയിച്ചു വന്നത്. ക്ലബ് ബ്രൂഗയെയാണ് അവർ റൗണ്ട് ഓഫ് 16 പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സ്വപ്ന സമാനമായ കുതിപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളി PSG ആണ്, പാരീസ് സെന്റ് ജെർമൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരെ മറികടന്നുകൊണ്ടാണ്, ലിവർപൂളിനെ മറികടന്നുകൊണ്ടാണ് അവർ ഈ വരുന്നത്. 2025 തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ആസ്റ്റൺ വില്ല മുന്നോട്ട് പോവുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും. പിന്നെ എമി മാർട്ടിനസിൻ്റെ ഗോൾ കീപ്പിംഗ് മികവ് കൊണ്ടൊക്കെ കടന്നുകൂടാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ആസ്റ്റൺ വില്ലക്കാണ് ഏറ്റവും കുറഞ്ഞ സാധ്യത കണക്കാക്കുന്നത്. 7ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്. FC ബാഴ്സലോണയ്ക്കെതിരെയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് ശ്രദ്ധിക്കുക. ഏതായാലും ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗിറാസിയുടെ ഗോളടി മേളം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അവർ അത്രയധികം മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. ബാഴ്സയെ വീഴ്ത്താൻ കഴിയുമെന്ന് എന്തായാലും നിലവിലെ ബാഴ്സയുടെ ഫോം കൂടി വെക്കുമ്പോൾ വളരെ കുറഞ്ഞ പേര് മാത്രമേ വിശ്വസിക്കുന്നുണ്ടാവുകയുള്ളൂ ബാഴ്സയെ ഡോട്ട്മുണ്ട് വീഴ്ത്തുമെന്ന്. പിന്നെ എന്തും സംഭവിക്കാം. ഏതായാലും ബൊറൂസിയ ഡോട്ട്മുണ്ടിന് 7ാം സ്ഥാനം കൊടുക്കുമ്പോൾ 6ാം സ്ഥാനത്താണ് ആഴ്സണലിനെ കണക്കാക്കുന്നത്. ആഴ്സണൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവർക്ക് കൃത്യമായൊരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് നിലവിലെ അവസ്ഥയിലൊരു യാഥാർത്ഥ്യമാണ്. PSG ആദ്യ ഭാഗത്തിൽ അവർ തകർത്ത് തരിപ്പണമാക്കി 7 ഒക്കെ കുടിപ്പിച്ചു. പക്ഷേ 2ാം ഭാഗത്തിലെ കളി 2-2 സമനിലയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും റയൽ മാഡ്രിഡിനെതിരെ എന്തായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ അവരുടെ പ്രകടനം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പരിക്കാണ് അവരുടെ ടീമിനെ വല്ലാതെ വലച്ചു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ 6ാം സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്. 5ാമത് ഇൻ്റർ മിലാൻ മിന്നുന്ന ഫോമിലാണ്. ഒരു ഇഷ്യൂവും അവർക്ക് കളി കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സംഭവിക്കുന്നില്ല. അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് ബയേൺ മ്യൂണിക്കാണ് അവരുടെ എതിരാളികൾ. എന്തു സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. 2 വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. 5ാമത് ഇൻ്റർ മിലാൻ വരുമ്പോൾ 4ാമതാണ് ബയേൺ മ്യൂണിക്ക്. മുന്നോട്ടുള്ള പോക്കിൽ ബയേൺ മ്യൂണിക്കിന് ഇൻ്ററിനേക്കാൾ സാധ്യത പലരും കണക്കാക്കുന്നുണ്ട്. ബയേൺ ഓരോ കളി കഴിയുമ്പോഴും കൂടുതൽ കരുത്തരാകുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. ബയർ ലെവർക്യൂസനെയാണ് അവർ വളരെ അനായാസമായിട്ട് തോൽപ്പിച്ചു വരുന്നത്. ഹാരി കെയ്ൻ സെർട്ടൻലി മുന്നേറ്റ നിരയിൽ അവർക്കൊരു വലിയ ആശ്വാസവുമാണ്. 4ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് വരുമ്പോൾ 3ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. ഹുലിയൻ ആൽവാരസ് ബോൾ 2 തവണ ടച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ പെനാൽറ്റി ക്യാൻസൽ ആവുകയും അതിൻ്റെ ബലത്തിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയും ചെയ്തതാണ് റയൽ. പക്ഷേ റയൽ മാഡ്രിഡിനെ അതുകൊണ്ടൊന്നും ആരും ചുരുക്കി കാണേണ്ടതില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ റയലിന് അത് വേറൊരു വൈബാണ്. അവരെങ്ങനെയെങ്കിലും ജയിക്കും, മുന്നോട്ട് പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 2ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിനെ കാണുമ്പോൾ 3ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിനെ കാണുമ്പോൾ 2ാം സ്ഥാനത്ത് PSG. CBS സ്പോർട്ടിൻ്റെ പവർ റാങ്കിൽ 2ാമതാണ് PSG വരുന്നത്. കിച്ച കഴസ്കേലിയെയും ഒസ്മാൻ ഡംബലെയും ഒക്കെ അടങ്ങുന്ന അവരുടെ ടീം മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ലിവർപൂളിനെ തോൽപ്പിച്ച അവർ ആസ്റ്റൺ വില്ലയെയും തോൽപ്പിച്ച് മുന്നോട്ട് കുതിക്കും. സെമി ഫൈനലിൽ വരുന്ന പ്രതിബന്ധവും തട്ടിമാറ്റും, ഫൈനലിലേക്ക് എത്തുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ലൂയിസ് എൻറിക്കയുടെ തന്ത്രങ്ങൾ അവർക്ക് കരുത്തേക്കുന്നു. ഒന്നാമത് അത് FC ബാഴ്സലോണയാണ്. ബാഴ്സ ഇപ്പോൾ അങ്ങനെയുള്ളൊരു പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡ്രോയിലെ പാത്തും അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലോ. ബെൻഫിക്കയെ തോൽപ്പിച്ചിട്ടാണ് ഈ വരവ് വരുന്നത്. സെമി ഫൈനലിൽ അവർ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും തകർത്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന റാഫീഞ്ഞ എന്തൊരു ഫോമിലാണ് അദ്ദേഹം. ലാമിൻ യമാൽ മാജിക്ക് പുറത്തെടുക്കുന്നത് തുടരുകയാണ്. പിന്നെ പെഡ്രി ആണെങ്കിലും മറ്റ് താരങ്ങളാണെങ്കിലും ഒക്കെ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഏറ്റവും അധികം കിരീട സാധ്യത ഇത്തവണ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ കൽപ്പിക്കപ്പെടുന്നത് FC ബാഴ്സലോണക്കാണ്. അതാണ് പവർ റാങ്കിങ്. വളരെ പെട്ടെന്നൊന്നുകൂടി പറയാം. 1 FC ബാഴ്സലോണ, 2 PSG, 3 റയൽ മാഡ്രിഡ്, 4 ബയേൺ മ്യൂണിക്ക്, 5 ഇൻ്റർ മിലാൻ, 6 ആഴ്സണൽ, 7 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 8 ആസ്റ്റൺ വില്ല. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.